അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 മാസം പ്രായമായ കുഞ്ഞു മരിച്ചു. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി സിദ്ദിഖിന്റെ മകനാണ് മരിച്ചത്. 28 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മലപ്പുറം സ്വദേശിയായ വീട്ടമ്മയുടെ മരണം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, 2 ദിവസത്തിനിടെ 2 മരണം ആശങ്കയായി മാറുകയാണോ അമീബിക് മസ്തിഷ്ക ജ്വരം? വിശദാംശങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, കീർത്തന, അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് ജില്ലയെയും പരിസര പ്രദേശങ്ങളെയും വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായി 2 മരണം ഇപ്പോഴുണ്ടായിരിക്കുന്നു. ഒന്നൊരു വീട്ടമ്മയാണ് ഇന്നലെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ കോഴിക്കോട് തന്നെ ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള സിദ്ദിഖിൻ്റെ മകൻ 3 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് തന്നെയാണ് നേരത്തെയും അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത പ്രദേശമായ താമരശ്ശേരിയിലും അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയിരുന്നു. ഇതേ രീതിയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇങ്ങനെ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തുടനീളം കുളങ്ങളും കിണറുകളും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളും ഒക്കെ വൃത്തിയാക്കുന്നതിനുള്ള ഒരു തീവ്ര യജ്ഞം കഴിഞ്ഞ ശനിയാഴ്ച സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കുഞ്ഞിപ്പോൾ 28 ദിവസമായി ചികിത്സയിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കഴിഞ്ഞ 28 ദിവസത്തെ ചികിത്സയ്ക്കൊടുവിലാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോഴും ആശങ്കയെ തുടർന്നു. നേരത്തെയും ഇത് കുട്ടികളിലാണ് കൂടുതലായി മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുതിർന്ന ആളുകൾക്കും സംഭവിക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ആശങ്ക ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെയും വരുന്ന വാർത്ത. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി സിദ്ദിഖിന്റെ മകനാണ് മരിച്ചത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.